ഹലോ ഗൈസ്, ഫോട്ടോച്ചി ടെക് ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്, അവകാശമാണ്. അതിനായി നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നാണ്. അതിനായിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ടാണ് നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് കണക്കാം. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാകുന്ന ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായി ഗൂഗിൾ ക്രോമിൽ lsg.election.kerala.gov.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. പേജ് വന്നിട്ടുണ്ട്. രണ്ട് രീതിയിലാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാകുന്ന നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ID കാർഡ് ഉണ്ടെങ്കിൽ സെർച്ച് വോട്ടർ എടുക്കുക. അതിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ എറണാകുളം ആയതുകൊണ്ട് എറണാകുളം ക്ലിക്ക് ചെയ്യുക. ഇനി വോട്ടേഴ്സ് ID കാർഡ് നമ്പർ അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും, അത് ടൈപ്പ് ചെയ്യുക. ക്യാപ്ച ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ വോട്ടേഴ്സ് ID നമ്പർ വെച്ച് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. സീരിയൽ നമ്പർ, ഡിസ്ട്രിക്റ്റ് ഏതാണോ, ലോക്കൽ ബോഡി ഏതാണ്, വാർഡ് നമ്പർ ഏതാണ്, പോളിംഗ് സ്റ്റേഷൻ ഏതാണ്, വോട്ടേഴ്സ് നെയിം, ഹൗസ് നമ്പർ എല്ലാം ലിസ്റ്റിൽ കാണിക്കുന്നതാണ്. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് വോട്ടേഴ്സ് IDയിൽ ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ബോക്സ് ഡിസ്ട്രിക്റ്റിൻ്റെ ആണ്. ജില്ല ഏതാണോ ആ ജില്ല ക്ലിക്ക് ചെയ്യുക. ഞാൻ എറണാകുളം ആയതുകൊണ്ട് എറണാകുളം ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ലോക്കൽ ബോഡി ഏതാണ്, നമ്മുടെ കൊച്ചി ആയതുകൊണ്ട് ഞാൻ കൊച്ചി ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഏതാണോ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് വാർഡാണ്, നിങ്ങളുടെ വാർഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയാവുന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഈരവേലി ആയതുകൊണ്ട് ഈരവേലി ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പോളിംഗ് സ്റ്റേഷനാണ്. നിങ്ങൾ ലാസ്റ്റ് ടൈം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഏത് സ്റ്റേഷനിലാണ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് നല്ലത്. മലയാളം കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക. ദെൻ ക്യാപ്ച എൻ്റർ ചെയ്യുക. സെർച്ച് കൊടുക്കുക. ലിസ്റ്റ് വന്നിട്ടുണ്ട്. ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് 3 ബട്ടണുള്ളതുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഫൈൻഡ് ഇൻ പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേര് എൻ്റർ ചെയ്യുക. അപ്പോൾ ആ പേജിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ അത് കാണിക്കുന്നതാണ്. നമ്മുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. ഓക്കെ, പേരും വീട്ടുപേര് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ പേര് കാണിക്കുന്നുണ്ട്. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. lsg.election.kerala.gov.in ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചെക്ക് ചെയ്തത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഫൈൻഡ് ഇൻ പേജ് പകരം നമ്മൾ Ctrl+F ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് ഷോർട്ട് കട്ടാണ്, അതിലൂടെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ലാസ്റ്റ് ചെയ്ത റിയൽമി നാർസോ 20 അൺബോക്സിംഗ് വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞു വളരെ നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിന് പ്രചോദനം. ഇനിയും ഇതുപോലുള്ള ടെക് ആൻഡ് ട്രാവൽ വീഡിയോസിനായി ഫോട്ടോച്ചി ടെക്
ട്രാവൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവും ടെക്കും ട്രാവലുമായി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത്. അതുവരെ ബൈ.